പൂങ്കനി പരിശത്തൊരു മലർ ബീബി നിന്റെ പരിഭവം പറച്ചിൽ നിറഞ്ഞൊരു കത്തുകൾ കണ്ടിട്ടെന്റെ കരടില്ലെരിപൊരി താപം ഏറുകയാണെൻ മുല്ലേ. കത്തുന്നീ വിധമെഴുതാൻ കാരണമെന്തെന്നല്ലേ. തിരിശപ്പൂങ്കനി പരിശത്തൊരു മലർ ബീബി നിന്റെ പരിഭവം പറച്ചിലും നിറഞ്ഞൊരു കത്തുകൾ കണ്ടിട്ടെന്റെ കരളില്ലെരിപൊരി താപം ഏറുകയാണെൻ മുല്ലേ. കത്തുന്നീ വിധമെഴുതാൻ കാരണമെന്തെന്നല്ലേ. കഴിഞ്ഞാലും കാര്യങ്ങൾക്ക് മുടക്കുണ്ടോ? കത്തും കാറ്റും എത്താത്ത മാസം ഏതോ ഒഴിവുണ്ടോ? കൊല്ലം മാറി കഴിഞ്ഞാലും കാര്യങ്ങൾക്ക് മുടക്കുണ്ടോ? കത്തും കാറ്റും എത്താത്ത മാസം ഏതോ ഒഴിവുണ്ടോ? നിന്നെ കുറിച്ചും നോക്കാത്ത പാപം പകലും എനിക്കുണ്ടോ? നീറിപ്പരതും മോഹങ്ങൾ നിൽക്കാതെ വഴിവറ്റുണ്ടോ? പിരിശപ്പൂങ്കനി പരിശത്തൊരു മലർ ബീബി നിന്റെ പരിഭവം പറച്ചില് നിറഞ്ഞൊരു കത്തുകൾ കണ്ടിട്ടെന്റെ കരളില്ലെരിപൊരി താപം ഏറുകയാണെൻ മുല്ലേ. കത്തുന്നീ വിധമെഴുതാൻ കാരണമെന്തെന്നല്ലേ. ൊരു മനുഷ്യന് നാട്ടിൽ പുല്ല് വിലയുണ്ടോ? പലരുടെ വാക്കുകൾ കേട്ടാലും പറ്റും മുസീബത്തിനതിരുണ്ടോ? പണമില്ലാത്തൊരു മനുഷ്യന് നാട്ടിൽ പുല്ല് വിലയുണ്ടോ? പലരുടെ വാക്കുകൾ കേട്ടാലും പറ്റും മുസീബത്തിനതിരുണ്ടോ? ഇഷ്ടത്തനിയെ നീയില്ലാതെ ഈ ദുനിയാവിലെ പെണ്ണില്ല. ഇഷ്ടി കുറഞ്ഞവനെന്ന് കരുതി കടുംവഴിയൊന്നും ചെയ്യല്ലേ. പിരിശപ്പൂങ്കനി പരിശത്തൊരു മലർ ബീബി നിന്റെ പരിഭവം പറച്ചില നിറഞ്ഞൊരു കത്തുകൾ കണ്ടിട്ടെന്റെ കരളില്ലെരിപൊരി താപം ഏറുകയാണെൻ മുല്ലേ. കത്തുന്നീ വിധമെഴുതാൻ കാരണമെന്തെന്നല്ലേ. പിച്ചൻ ബീബിയൊന്നോ 2 മാസം സബൂറാക്ക്. കൽക്കണ്ടപ്പൂങ്കനിയും കൊണ്ടു ഞാൻ എത്തും നിന്റെ അടുത്തേക്ക്. കൽബുറ പിച്ചൻ ബീബിയൊന്നോ 2 മാസം സബൂറാക്ക്. കൽക്കണ്ടപ്പൂങ്കനിയും കൊണ്ടു ഞാൻ എത്തും നിന്റെ അടുത്തേക്ക്. മറ്റു വിചാരമതൊന്നും തന്നെ മനസ്സിൽ വെക്കല് നന്നല്ല. മാസം 2 കഴിഞ്ഞാലുടനെ വന്നിടും ഇൻഷാ അല്ലാഹ്. പിരിശപ്പൂങ്കനി പരിശത്തൊരു മലർ ബീബി നിന്റെ പരിഭവം പറച്ചില നിറഞ്ഞൊരു കത്തുകൾ കണ്ടിട്ടെന്റെ കരളില്ലെരിപൊരി താപം ഏറുകയാ
എഴുതാൻ കാരണമെന്തെന്നല്ലേ പിരിശപ്പൂങ്കനി പരിശത്തൊരു മലർ ബീവി നിന്റെ പരിഭവം പറച്ചില് നിറഞ്ഞൊരു കത്തുകൾ കണ്ടിട്ടെന്റെ കരളില്ലെരിപൊരി താപം ഏറുകയാണെൻ മുല്ലേ കത്തുന്നീ വിധമെഴുതാൻ കാരണമെന്ന്